കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും ദൈവദാസന്മാർക്കും മറ്റെല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. തിരുവനന്തപുരം സെൻറ്ററിൻ്റെ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ പിന്നിട്ടു എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ മതിയായ അനേക കാരണങ്ങളുണ്ട്. ഈ പ്രദേശത്തെ വേലയിൽ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. അനേക ദൈവദാസന്മാരെ അതിൻ്റെ പിന്നിൽ നിലനിർത്തി അവരെ എഴുന്നേൽപ്പിച്ചു. ആ നിലയിൽ കർത്താവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രദേശത്ത് ബാലസംഘത്തിൻ്റെ ഇടയായി എന്നുള്ളത് വളരെ നന്ദിയോടെ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. 1974 ഒരു സെൻറ്ററായിട്ട് നമുക്കിവിടെ രൂപീകരിക്കുവാനായിട്ട് ഇടയായതെങ്കിലും അതിന് മുതൽ ക്യാമ്പുകളിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവദാസന്മാരെ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. നിത്യയിലേക്ക് ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരായ സി സാമുവൽ, അതുപോലെ എൽ ജോസഫ്, യോഹന്നാൻ എബ്രഹാം, കെ തമ്പി തുടങ്ങിയവരൊക്കെയും ഈ പ്രവർത്തനങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനജനമായി ആയിരുന്നു എന്നുള്ളത് ദൈവനാമോത്വത്തിനായിട്ട് ഓർക്കുന്നു. ഈ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ദൈവദാസന്മാരുടെ നിരന്തരമായിരിക്കുന്ന ശ്രമഫലമായി അനേക പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് കൊണ്ടുവരുവാനായിട്ടും അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷകൾ ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രദേശത്ത് നടക്കുവാൻ സ്ഥലം സഭകൾക്ക് അത് അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരുവാൻ ഇടയായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രവർത്തനത്തോട് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുകയും അവർ ചെയ്ത ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇത്രത്തോളം ഇടയായി അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി അല്പം മന്ദഗതിയിലാണ് ഇവിടെയുള്ള ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്നാൽ ഇവിടെയുള്ള സഹോദരന്മാരുടെ ആത്മഭാരം മൂലം പുതിയതായി ഒരു കമ്മിറ്റി ഉണ്ടാകുവാനായിട്ടും അത് കൂടുതൽ ഉത്സാഹത്തോടെ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാളുകളിൽ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവർക്ക് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മളെ ഇടയാക്കും എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. കർത്താവ് നമ്മളോട് കൽപ്പിച്ച വഴികളിൽ നടക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് പരിചിതമായത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 35 വാക്യം. നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ എന്നാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. മേക്ക് മീ ടു ഗോ ഇൻ ദ പാത്ത് ഓഫ് ദൈ കമാൻഡ്. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്ന വഴികളിൽ നടക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഡു ഐ ഡിലൈറ്റ്, നമുക്ക് സന്തോഷത്തിന് കാരണമാകുന്നതാണ് ആണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഈ പ്രദേശത്ത് വിശേഷാൽ ആത്മീയമായിരിക്കുന്ന വലിയ ഉണർവ് ഉണ്ടാകുവാൻ അത് കാരണമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ 50 വർഷം തികയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്മേളനം നടത്തുവാൻ തക്കവണ്ണം, സ്തോത്ര ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം മുൻകൈയെടുത്ത എല്ലാ സഹോദരങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിലൊക്കെ പങ്കെടുക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജോലിയുള്ള ബന്ധത്തിലൊക്കെയും അതിന് സാധ്യമാകാതെ വരുന്നു. എന്നാൽ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ക്രമീകരിക്കുവാനായിട്ട് ഇടയായത്. വളരെ സന്തോഷം തരുന്ന, തിരിഞ്ഞു നോക്കുമ്പോൾ അനേക പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായത് 1986 സാൽവേഷൻ ആർമിയിൽ വെച്ച സൗത്ത് ഡിവിഷൻ ജനറൽ ക്യാമ്പാണ്. 1000-ലധികം കുഞ്ഞുങ്ങളും കേരളത്തിലുള്ള ബാലസംഘത്തിൻ്റെ പ്രധാന ലീഡേഴ്സ് എല്ലാം പങ്കെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. അത് ഈ ദേശത്തിന് വളരെ ഉണർവായിരുന്നു. ആ രാജവീതിയിൽ കൂടെ, ഗവർണറുടെ രാജ്ഭവൻ വീതിയിൽ കൂടെ ആയിരുന്നു അന്ന് ആ ജാഥ നടത്തിയത്. 1000-ലധികം കുഞ്ഞുങ്ങളും സഹോദരന്മാരും. അതിന്നും ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ കേരളത്തിൽ അവസാനമായിട്ട് പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷ അതിന് ചുമൽ വഹിക്കുവാനായിട്ട് ഇടയായി. അത് വളരെ അനുഗ്രഹമായിരുന്നു. ധാരാളമായിരിക്കുന്ന ദൈവജനം അത് അനുഗ്രഹത്തിന് കാരണമായി എന്നുള്ളത് പിന്നീട് അറിയുവാനായിട്ട് ഇടയായി. തുടർന്ന് ഞങ്ങൾ ഗൾഫിൻ്റെ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. ക്യാമ്പിന് ശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. തുടർന്നുള്ള നാളുകൾ അവിടെ ആയിരുന്നുകൊണ്ട് പ്രവർത്തനത്തിന് പിൻബലമായി ആയിരിക്കാനായിട്ടും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ബാലസംഘത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായ കാര്യങ്ങൾ ഒന്നും പറയുവാനായിട്ടില്ല. എന്നാൽ ബാലസംഘം മുഖാന്തരം എനിക്കും ലഭിച്ച ആത്മീയമായിരിക്കുന്ന ഉറപ്പും സംഘടനാ പാഠവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുന്ന സ്ഥലം സഭകളിൽ യുഎയിലും മറ്റ് സ്ഥലം സഭകളിലൊക്കെ അത് നിവർത്തിപ്പാനും അനേക ക്യാമ്പുകളും ടീൻസ് ക്യാമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയും നടത്തുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിലൊക്കെ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബാലസംഘം പ്രവർത്തനം തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമുക്ക് വളരെ സഹായകരമായിരിക്കുന്ന പ്രവർത്തനമാണ്. ആത്മീയ താലന്തുകളെ വികസിപ്പിക്കുന്നതിന് മതിയായ കാരണങ്ങളാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും
അതിനെ അന്യോന്യം ഉത്സാഹിപ്പിക്കണം. ആ നിലയിൽ വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനം ധാരാളമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിനെല്ലാവിധമായിരിക്കുന്ന ആശംസകൾ ഒരു പ്രാവശ്യം കൂടെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.